إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 155-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കുക. ഫബിമാ നഖ്ലിഹിം മീസാഖുഹും, അവരവരുടെ കരാർ ലംഘിച്ചത് മൂലവും അവർക്ക് ഈ രൂപത്തിലുള്ള വലിയ പരാജയം സംഭവിക്കാനുള്ള കാരണം ബനി ഇസ്രായേലുകൾ നിരന്തരം അല്ലാഹുവിന്റെ കരാർ ലംഘിച്ചുകൊണ്ടേയിരുന്നു. അതിനെ അനുസ്മരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വബികുഫ്രിഹിം, അവരുടെ അവിശ്വാസം നിമിത്തവും ബിആയാത്തില്ലാഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലുള്ള അല്ലാഹുവിന്റെ വചനങ്ങളിലുള്ള അവരുടെ അവിശ്വാസം നിമിത്തമാണ് അത് സംഭവിച്ചത്. വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്, ഒരു ന്യായവും കൂടാതെ അംബിയാക്കളെ കൊല ചെയ്തത് നിമിത്തവും. നോക്കൂ, അവർ ആ സക്കറിയ നബിയെയും യഹ്യാ നബിയെയും അവർ കൊല ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാനുള്ള ശ്രമം നടത്തുകയുമുണ്ടായി. അതല്ലാത്ത പല നബിമാരെയും അവർ കൊന്നിട്ടുണ്ട്. അതിലേക്കുള്ള സൂചനയാണ് നൽകുന്നത്. അവരുടെ ആ വാക്ക് നിമിത്തവും ഖുലൂബുനാ ഗുൽഫ്, ഞങ്ങളുടെ ഹൃദയം കുറയിടപ്പെട്ടതാണ്. അവർ പരിഹാസത്തോടുകൂടി ആ പ്രവാചകന്മാരോട് പറയുകയാണ്, ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യം കയറില്ല, കാരണം ഞങ്ങളുടെ ഹൃദയത്തിന് ഉറയിടപ്പെട്ടിരിക്കുകയാണെന്ന് പരിഹാസത്തിന്റെ വാക്കാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടുകൂടിയാണ് അവർക്ക് പരാജയം നേരിടേണ്ടി വന്നതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ബൽ പക്ഷേ തബഅല്ലാഹു അലൈഹ, അവരുടെ ഹൃദയങ്ങൾക്ക് മേൽ അല്ലാഹു മുദ്ര കുത്തിയതാണ്. ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസം നിമിത്തം. ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല, അവരിൽ നിന്നും വളരെ കുറഞ്ഞ പേരല്ലാതെ വിശ്വസിക്കുകയില്ല. എന്നാൽ വളരെ കുറഞ്ഞ പേർ മാത്രമേ ആ കൂട്ടരിൽ നിന്നും വിശ്വസിക്കുകയുള്ളൂ. അത് കൃത്യമായി നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞു. വലിയൊരു സംഘമൊന്നും അന്ന് മദീനത്തെ യഹൂദരിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ക്രൈസ്തവരിൽ നിന്നും അല്പം ചിലർ മാത്രമേ കടന്നു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതേസമയം ആ അറബികളിൽ നിന്നാണ് വലിയൊരു സംഘം, 100,000-ഓളം ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ലോകത്ത്. അതാണ് നാം ഇവിടെ അനുസ്മരിക്കേണ്ടത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഈ രൂപത്തിൽ അവർക്ക് വലിയ വലിയ അവിശ്വാസങ്ങളും അതിക്രമങ്ങളും കുഫറുകളും അഹ്ലു കിതാബുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ചുരുക്കി ഈ ആയത്തിൽ കൂടി സംക്ഷിപ്തമായുള്ള വിശദീകരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.